അല്ല, അതാണ് ഇതിനകത്ത് വേറെ ഒന്നും പോലീസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് മാത്രം പരിശോധിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. കാരണം ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ പൈസ വിഡ്രോ ചെയ്തില്ലെന്നറിയാം. പൈസ വിഡ്രോ ചെയ്ത് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കോ കൊടുത്തോട്ടെ, പൈസ അന്നന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം തെളിഞ്ഞല്ലോ പൈസ എടുത്തിട്ടുണ്ട്. അന്വേഷിക്കുക, അവിടെ പ്രശ്നം തീരും. രണ്ട്, കൃത്യമായി കുഴപ്പങ്ങളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ ജാതി കാർഡ് എടുത്ത് ഉപയോഗിക്കും. ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതും അവിടെ മിനി ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ ജാതി മതവും നോക്കിയല്ല ഈ ജോലിക്ക് ആൾക്കാരെ എടുക്കുന്നത്. ഞങ്ങൾ കല്യാണം കഴിച്ചത് ജാതി നോക്കാതെ, എൻ്റെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്നത് മറ്റു ജാതികളിൽ നിന്ന്. ഇനി എൻ്റെ മറ്റു മക്കളൊക്കെ ആരെ കല്യാണം കഴിക്കാമോന്നും എനിക്കറിയില്ല. ആരെ കഴിച്ചാലും നമുക്കിതൊന്നും ബാധകമല്ല. തീർത്തും ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ജാതി മതമൊക്കെ. ഞാനൊക്കെ പോലീസിനുള്ള വാക്ക് ഉപയോഗിക്കില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. നമ്മൾ മൊത്തത്തിൽ പോലീസിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു സേനയുടെ ഒരു മനോവീര്യം തകർക്കുന്ന പരിപാടിയാണ്. അപകടം വരാൻ പോകുന്ന പെൺകുട്ടികൾക്കാണ്. ഇത്തരം പണം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ടാക്സ് അടയ്ക്കേണ്ടി വരും. അവർ സൂക്ഷിച്ചാൽ മതി. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. പറയാം, നമ്മൾ ഈ ബിസിനസ് നടത്തുമ്പോഴത്തേക്ക് ഇവളൊരു ചെറിയ ബിസിനസ് തുടങ്ങുന്നു. അവളുടെ സമയം കൊണ്ടോ അവളുടെ പ്രവൃത്തി കൊണ്ടോ ഇത് കയറി ക്ലിക്കാവുന്നു, ടേൺ ഓവർ കൂടുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പെൺകുട്ടിയെ ചോദിച്ചുകൊണ്ട് കൊള്ളാം. മോളുടെ അമ്മയടുത്തൊക്കെ ചോദിച്ചാൽ അറിയും, ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ പലരും പലതരത്തിലുള്ള സിക്നസ്സുകൾ വരും. പ്രത്യേകിച്ച് മോർണിംഗ് സിക്നസ്. ഇവർക്ക് ഛർദിലും മറ്റും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലും വീടുമാണ്. ഇതിനിടയ്ക്ക് കല്യാണം, ഇതെല്ലാം കൂടി ആകുമ്പോൾ ശ്രദ്ധ പോയി. അതിൽ യാതൊരു തർക്കമില്ല. ഞാൻ ആദ്യം എൻ്റെ മക്കളെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളുടെ മോളെന്ത് വിചാരിക്കുന്നത്? ഇല്ല അച്ഛാ, നമ്മുടെ മക്കൾ അവർ കറക്റ്റ്, എൻ്റെ മക്കൾ എൻ്റെ പിള്ളേരെന്നാണ് പറയുന്നത്. അവരെ വിശ്വസിച്ചു. ഈ കുട്ടികളുമായിട്ട് അസാമാന്യമായ ബന്ധമുണ്ട്. ഈ ദിയയുടെ ഓരോ ഫംഗ്ഷനുകൾ ജീവിതത്തിൽ നടക്കുമ്പോഴും ഈ കുട്ടികൾ സൈഡിലുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഫോട്ടോസാണ്. ആരെയും പ്രൊട്ടക്ട് ചെയ്ത് പോകുക. എൻ്റെ മക്കളെ പോലെ തന്നെ ഇവരും പെൺകുട്ടികളാണ്. ഇവർക്കും സുരക്ഷിതമായി മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഇത് അന്വേഷിക്കേണ്ട പോലീസാണ്. ഓൾറെഡി ഇവരുടെ പുറകിൽ ഇവരെ നശിപ്പിക്കാനാണോ ഇവരെ നല്ലതാക്കാനാണോ ആരോ ഒരു കുബുദ്ധി ഇവരുടെ പുറകിൽ വർക്ക് ചെയ്യുന്നു. നോക്കൂ, ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഒരു ഫ്രെയിമിൽ? എൻ്റെ മകളും ഭാര്യയല്ല എന്നെ അത് സംസാരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവരിറക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് പണം കൊണ്ടുപോയാൽ നമ്മൾ അവരോടല്ലേ ചോദിക്കേണ്ട? ആദ്യം നിങ്ങൾ എടുത്തോ ഇല്ലെന്ന് ചോദിക്കണ്ടേ? ഒരു കാരണം അറിയാൻ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ കുട്ടികൾ ഇതെടുത്തിട്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇവർ പണവുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ ഫോൺ കാണിക്കാൻ പറഞ്ഞു. ഫോൺ കാണിച്ച ഫോണിനകത്ത് ജിപേക്കകത്ത് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്ന പണത്തിൻ്റെ മുഴുവൻ റെക്കോർഡ്സ് കിടക്കുക. നമ്മൾ കോൾ ഹിസ്റ്ററി അല്ല, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയാൽ മതിയല്ലോ. അത് നോക്കുമ്പോൾ എത്രയോ ലക്ഷങ്ങൾ അതിനകത്ത് പോയിരിക്കുന്നു. അല്ല, ഞാനത് പരാതിപ്പെട്ടിട്ടേ ഇല്ലല്ലോ. ഇതിന് ശേഷം രാത്രി മകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണല്ലോ ഞാൻ കേസിൽ പോകുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് പൈസ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10,000 രൂപ തട്ടിക്കൊണ്ടുപോയി നമുക്ക് നിശ്ചയമുണ്ട് ഇന്ന ആൾ തട്ടിക്കൊണ്ടുപോയി നമ്മൾ വിടുവോ? സംസാരം വളരെ മാന്യമായിരിക്കും.